അമ്മയുടെ ഒരു കേശാദിവാദത്തോടുകൂടി നമുക്ക് സോപാന സംഗീതം ഭഗവതിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഗ്രഹം നിങ്ങൾ തൊഴുന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ രൂപം ഒന്ന് കണ്ണടച്ച് നോക്കണം. കിരീടം എങ്ങനെയാണ്, തിരുമുടി എങ്ങനെയാണ്, കുറുനിരകൾ എങ്ങനെയാണ്, തിരുനെറ്റി എങ്ങനെയാണ്, ആ കണ്ണുകളും കവിളിനെയും ചുണ്ടുകളും കാതിലെ കുണ്ടലങ്ങളും കഴുത്തിലെ ഹാരങ്ങളും കയ്യിലെ ആയുധങ്ങൾ പട്ടുടയാട തൃപ്പാദം കണ്ണടച്ചു നോക്കുമ്പോൾ കൈപ്പറമ്പുകാവിലമ്മയുടെ പൂർണ്ണമാകുന്ന രൂപം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുവോ അതുവരെ ഭഗവതിയെ ദർശിക്കണമെന്നാണ് പറയുക. കലശത്തിൻ്റെ അന്ന് പോയി ഇതുപോലെ നിന്ന് തൊഴരുത്, കാരണം അന്ന് സമയം കിട്ടത്തില്ല. അല്ലാത്ത ദിവസങ്ങളിൽ തൊഴുമ്പോൾ പൂർണ്ണമാകുന്ന രൂപം നമ്മുടെ ഹൃദയത്തിലേക്ക് മുഴുവൻ പതിക്കണം. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് ആചാരങ്ങൾ വിജയിക്കുന്നത് അങ്ങനെയാണ്. അത്ര ലോകത്തിന് നന്മയാകുന്ന ഓരോ അനുഷ്ഠാന ആചാരങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. വിധിയാവണ്ണം മുന്നോട്ട് അറിവോടുകൂടി നമ്മൾ അതിൽ പങ്കെടുക്കുക. അറിവ് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ, പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത്രയും വൈകിയ വേളയായതുകൊണ്ടാണ് വിസ്തരിച്ചൊന്നും ഞാൻ പറയാഞ്ഞത്. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് അത്രയും വിസ്തരിച്ചോടുകൂടി തന്നെ നവീകരണം പോലുള്ള ക്രിയകളിൽ പറയുവാനുണ്ട്. ഭക്തിയോടുകൂടി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മയുടെ കേശാദിപാദം പാടുമ്പോൾ ആ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അമ്മയെ സംബന്ധിച്ച് ഭക്തന്മാരുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മന്ത്രമാണ്. ഏതാത്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആഹതരവ മോഹിതയാണ്. ഉഗ്രശബ്ദങ്ങൾ കേട്ട് ആനന്ദിക്കുന്നവളാണ് അമ്മ. ചെണ്ട പോലുള്ള പറനാദങ്ങൾ അറിഞ്ഞറിഞ്ഞങ്ങനെ കേൾക്കണം. കതിന പോലുള്ള വെടിനാദങ്ങൾ കേൾക്കണം. നല്ല പെണ്ണുങ്ങളുടെ വായ്ക്കുരവകൾ കേൾക്കണം. നല്ല ആണുങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കണം. ഇതെല്ലാം കേട്ട് ആനന്ദിക്കുന്നതിൽ ഏറ്റവും ഉത്തമമാണ് സജ്ജനങ്ങളുടെ നാമം. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ഷേത്രകലയാകുന്ന സോപാന സംഗീതം എന്ന അനുഷ്ഠാന കലയ്ക്ക് മുമ്പിൽ ഇത്രയും നേരം നിങ്ങളുടെ മനുഷ്യ ജീവിതത്തിലെ നിമിഷങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ സജ്ജനങ്ങൾ. അതുകൊണ്ട് ഒരേ ഒരു അപേക്ഷയാണ്, നിങ്ങളുടെ നാവിൽ നിന്ന് അമ്മ കേൾക്കുവാൻ വേണ്ടി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മഹാമന്ത്രം. കലിയുഗത്തിൽ നാരായണ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെ കണ്ടുകൊണ്ടാണ് ആചാര്യന്മാർ സകലകൾക്കും അമ്മയാകുന്ന അമ്മയ്ക്കുള്ള നാമവും ദുരിതങ്ങളെയും മാറ്റി നമ്മളെ രക്ഷിക്കുന്ന ദേവിക്കും ഐശ്വര്യസമ്പൂർണമാകുന്ന ലക്ഷ്മിക്കും ഭദ്രങ്ങൾ വരുത്തി എല്ലാ ദുരിതങ്ങളും ഒഴിക്കുന്ന അമ്മയുടെ ഭദ്രയാകുന്ന നാമത്തെയും ചേർത്ത് തന്നിട്ടുള്ളത്. അറിവോടെ, ഭക്തിയോടെ, നല്ല ശബ്ദത്തോടെ, രാഗശുദ്ധിയോടെ നിങ്ങളെ ഏറ്റുചൊല്ലുക. അമ്മ അനുഗ്രഹിച്ചിരിക്കും. സത്യം സത്യം സത്യം. എല്ലാവരും ഒരേ നിമിഷം അർക്കകാന്തി പ്രഭയോലും തിരുരൂപം തൊഴുന്നേ അഷ്ടമി തിങ്കളെ ചോടും കിരീടം കൈ തൊഴുന്നേ കാർമുകിലിൻ നിറമാർന്ന വാർമുടി ചുരുൾ തൊഴുന്നേ കരിവണ്ടിൻ ചായലോർത്ത കുറുനീര തൊഴുന്നേ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മനസ്സറിഞ്ഞ ഭക്തിയിൽ കുറച്ചുകൂടെ ശബ്ദം വരാം. വിശപ്പായിട്ടുണ്ടെന്നറിയാം. ഈ കീർത്തനത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരേ ഒരു അപേക്ഷ, അമ്മേ നാരായണ മുഴങ്ങട്ടെ. കലശവേദിയാണ്. മന്ത്രങ്ങൾ കൊണ്ട് ആ 30 കോടി ദേവതാസ്ഥാനവും ഇവിടെ കൽപ്പിക്കപ്പെടുകയാണ്. ആ അനുഗ്രഹം എല്ലാവർക്കും വന്നു ചേരണമെങ്കിൽ സജ്ജനങ്ങളായ നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഈ കീർത്തനത്തിൽ അമ്മയെ കണ്ടുകൊണ്ട് അമ്മയുടെ കാതുകളിലേക്ക് ആ മന്ത്രത്തെ അങ്ങ് ജപിക്കുക.
അനുഗ്രഹം അമ്മ തന്നിരിക്കും. എല്ലാവരും നല്ല ശബ്ദത്തോടു കൂടി തൃക്കണ്ണും തിരുനെറ്റി തിലകം കൈതൊഴുന്നേ വളം ഞാവില്ലിനെ വെല്ലോ പൊടികം കൈതൊഴുന്നേ അഗ്നിയാൽ പൊരിക്കുന്ന നയനങ്ങൾ കൊഴുന്നേ ഇലപുഷ്പരുചിയോലോ തിരുനാസ തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചെങ്കോവൽ പഴമുത്തോരധരം കൈ തൊഴുന്നേ വളഞ്ഞുള്ളോരികേറോ വല്ലൊടു നാവോ തൊഴുന്നേ കണ്ണാടി വടിവൊത്ത കവിലീണ തൊഴുന്നേ പൂർണ്ണചന്ദ്രപ്രഭയോലും മുഖകാന്തി തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ കാതില്ലാനയും നല്ല സിംഹവും കൈ തൊഴുന്നേ കഴുത്തിൽ അങ്ങണിയോ ആഭരണങ്ങൾ കൊഴുന്നേ തൃക്കൈയാലിളകും മാന്തകം വാൾകൈ തൊഴുന്നേ തെളിവിൽ വട്ടകശൂലോ തലയോ കൈ തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നേരെയാലിലയൊത്തോരുദരോ തൊഴുന്നേ ഞൊറിഞ്ഞാബൂമ്പുകിലോ വട്ടുടയാട കൊഴുന്നേ അരക്കെട്ടുമതിൽ ചേർന്ന ചിലമ്പുകൾ തൊഴുന്നേ ഞൊറിവേഗം ഉടയാട ഇതാ കണ്ടു തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മുഴങ്കാലും കണങ്കാലും ഇതാ കണ്ടോ തേറുന്നേ അതിൽ ചേർന്നണിയുന്ന ചിലമ്പുകൾ കൊഴുന്നേ ഭൂലോകം നമിക്കുന്ന തിരൂരൂപം തൊഴുന്നേ മൂലോകം നമിക്കും തൃപ്പാദപത്മം തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഈ ഭക്തരെ കാത്തുകൊള്ളോ ഭഗവതിയെ തൊഴുന്നേ ഞങ്ങൾ ഭക്തിയോടനുദീനം വദാവ വാഴ്ത്തി തൊഴുന്നേ അഖിലർക്കും അനുഗ്രഹമരുളാനായി തൊഴുന്നേ കൈപ്പറമ്പു കാവിലം സ്തുതിച്ചു കൈ തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ
വാഴ്ത്തി തൊഴുന്നേ കലിയുഗ ദുരിതങ്ങൾ ഒഴിയുവാൻ തൊഴുന്നേ ഈ കലിയുഗ വരദയെ സ്തുതിച്ചു കൈ തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ പ്രസീദ പരദേവതേ ഭദ്രേ ഇതാണ് കൊട്ടിപ്പാടി സേവ എന്ന സോപാന സംഗീതത്തിൻ്റെ പ്രധാന ഉദ്ദേശം.